അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം നമുക്ക് കടന്നു വരാൻ പോവുകയാണ്. ബലിപെരുന്നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സ്മരണ, അവിടുത്തെ ത്യാഗത്തിൻ്റെയും അവിടുത്തെ ചരിത്രത്തിൻ്റെയും ഒക്കെ സ്മരണയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉളുഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, നമുക്ക് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ. നബിയെ തങ്ങൾ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക, എന്നിട്ട് അറുത്തു കൊടുക്കുക. ഇമാം മുസ്ലിം അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. വഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുത്തു കൊടുത്തു. ബികബ്ശൈനി, ബിയദിഹി എന്നാണോ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്തു കൊടുത്തു. ബികബ്ശൈനി, രണ്ട് കുട്ടനാകുന്ന ആടിനെ കൊണ്ട്, അംലഹൈനി, വെളുത്ത നിറമുള്ള, അഖ്റനൈനി, രണ്ട് കൊമ്പുള്ള. അതാണ് മൃഗത്തിൻ്റെ കൂട്ടത്തിൽ വെളുത്ത നിറമുള്ളത് ഏറ്റവും നല്ല ശ്രേഷ്ഠതാണ്. അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള നല്ല കൊമ്പുള്ളത് അതായിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. അത് ഹദീസിൽ തന്നെയുണ്ട്. ദബഹഹുമാ ബിയദിഹി വസമ്മാ വകബ്ബറ. ബിസ്മി ചൊല്ലി തക്ബീർ പറഞ്ഞു, സ്വന്തം ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് അറുത്തു കൊടുത്തു. ഉളുഹിയ്യത്ത് സാദാ സുന്നത്തല്ല, ശക്തിയേറിയ സുന്നത്താണ്. അത്തളുഹിയ്യത്തു സുന്നത്തും മുഅക്കദത്തും ഫി ഹക്കിന. നമുക്ക് ശക്തിയേറിയ സുന്നത്താണ്. വവാജിബത്തുൻ ഫി ഹഖ്ഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത് നിർബന്ധമാണ്. വീട്ടിൽ ഒന്നിലേറെ ആളുകൾ ഉണ്ട് എങ്കിൽ, എല്ലാവർക്കും അറുക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ, എന്നാൽ എല്ലാവരും അറുത്തു കൊടുക്കണം. ഇനി ആ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം അറുത്തു കൊടുത്തു എങ്കിൽ, ആ അറുത്തു കൊടുത്തതിൻ്റെ കൂലി ഒരാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു തആല എന്തുകൊണ്ട് അറുത്തു കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യം, സ്വാല്, അതിൽ നിന്ന് രക്ഷപ്പെടും. മറ്റുള്ളവർക്ക് കൂലി ലഭിക്കുകയില്ല. അതേസമയത്ത് കഴിവുള്ള ആൾ ഒരാൾ മാത്രമേ വീട്ടിലുള്ളൂ എങ്കിൽ അയാൾക്ക് അറുത്തു കൊടുക്കൽ സുന്നത്ത് ഐനാണ്. കഴിവുള്ള പല ആളുകളും വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് അറുത്തു കൊടുക്കൽ സുന്നത്ത് കിഫായാണ്. എന്നാൽ ഈ സുന്നത്തായ ഉളുഹിയ്യത്ത് നിർബന്ധമാകുന്നത് നേർച്ചയാക്കൽ കൊണ്ടാണ്. വതജിബു ബിനഹ്വി നദിരിൻ, നേർച്ചയാക്കിയാൽ ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുമെന്ന് നേർച്ചയാക്കിയാൽ പിന്നെ ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കൽ നിർബന്ധമാണ്. ഉളുഹിയ്യത്ത് ആരാണോ അറുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വീട്ടിൽ ഒരു 10 ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു 5 ആളുകളുണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരാളാണ് അറുത്തു കൊടുക്കുന്നത് എങ്കിൽ അയാൾക്ക് ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുന്നത് വരെ മുടിയോ നഖങ്ങളോ നീക്കാൻ പാടില്ല. മറ്റുള്ള ആളുകൾക്ക് എന്താക്കാം, മുടിയോ നഖമോ നീക്കാം. അറുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുടിയോ നഖമോ നീക്കാൻ പാടില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നരകമോചനം ലഭിക്കുക എന്നുള്ളതാണ്. ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അവനിക്ക് നരകമോചനം ലഭിക്കുമെന്ന് പറഞ്ഞ ഹദീസ് കാണാം. ആ ഒരു ശ്രേഷ്ഠത അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ലഭിക്കട്ടെ എന്ന നിലക്കാണ് നീക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒക്കുരിയലി മുരീദിഹ ഇസാലത്തുന വിഷയരിൻ ഫി അശ്രി ദുൽഹിജ്ജ വഅയ്യാമു തശ്രീഖ് അല്ലാ ഹത്താ യുൽഹിയ. ദുൽഹിജ്ജ 1 മുതൽക്ക് അയ്യാമു തശ്രീഖിൻ്റെ ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുന്നത് വരെ മുടി പോലോത്ത നഖം പോലോത്ത ശരീരഭാഗങ്ങളിൽ നിന്ന് നീക്കൽ കറാഹത്താണ്. സ്വന്തമായി അറുത്തു കൊടുക്കലാണ് നല്ലത്, അതാണ് വേണ്ടത്. എപ്പോൾ അതിനിക്കുള്ള അറുക്കാനുള്ള വിവരമുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്രാസിയാണ്, മസല നോക്കളില്ല, എല്ലാവരും അറുത്തു കൊടുക്കുന്നു. സുബഹി നിസ്കരിക്കാത്തവനും തീരെ പള്ളിക്ക് വരാത്തവനും മദ്രസ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ പോലും കത്തി ഉണ്ടായാൽ അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്.
ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മാനവറുകൾ പറഞ്ഞത്, ഒരു കോഴി അറുക്കണമെങ്കിൽ ചുരുങ്ങിയത് മഹല്ലെങ്കിലും പഠിച്ചിരിക്കണം, മഹല്ല് കിതാബ് എന്ന് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വിവരവുമില്ലാതെ കോഴി ആടുകളൊക്കെ അറുക്കുന്നു, അതിൻ്റെ മസലകൾ അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ വേറെ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ചിക്കൻ സ്റ്റാളിലുള്ള കോഴികൾ തിന്നാൻ പറ്റുമോ എന്നുള്ളതും മസല ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം അതിൻ്റെ മസല അറിഞ്ഞുകൊണ്ടല്ല അവരൊക്കെയും അറുക്കുന്നത് എന്നുള്ളതും വലിയ ഒരു പ്രത്യേകിച്ചിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഏതായാലും അറുക്കാൻ പറ്റുന്ന ഒരാളുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് അതുമായിട്ട് ധൈര്യമുണ്ട്, അറുക്കാനുള്ള കഴിവുണ്ട്, വിവരമുണ്ട് എങ്കിൽ അവൻ സ്വന്തമായി ഉളിയത്ത് മൃഗം അറുക്കണം. അതല്ല എങ്കിൽ അതിനിക്ക് പറ്റുന്ന ഒരാളെ ഏൽപ്പിക്കുക, അവിടെ പോയി ഹാജരാവുക. അതേ സമയത്ത് പെണ്ണുങ്ങളാണ് ഉളിയത്ത് കൊടുക്കുന്നതെങ്കിൽ ആ പെണ്ണുങ്ങൾ അറിവുണ്ട് എങ്കിലും അറുക്കാനുള്ള കഴിവുണ്ടെങ്കിലും സ്വന്തമായി അറുക്കലല്ല വേണ്ടത്, മറ്റ് പുരുഷന്മാരെ, അതിനിക്ക് അർഹതപ്പെട്ട പുരുഷന്മാരെ ഏൽപ്പിച്ച് അറുക്കുന്ന സ്ഥലത്ത് പോയി ആ പെണ്ണുങ്ങൾ ഹാജരാകണം എന്നുള്ളതാണ്. അറുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വന്തമായി അറുക്കാം. ഇനി അറുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ ആരെയാണോ ഏൽപ്പിച്ചത് അവിടെ പോയി അറുക്കുന്ന സ്ഥലത്ത് അവൻ ഹാജരാവുക. കാരണം നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിനഫ്സിഹി സ്വന്തമായി ഉളുഹിയത്ത് അറുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. അതേസമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉളിയത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഫാത്തിമ ബീവിയോട് നിമിത്തങ്ങൾ പറഞ്ഞത്, ഖാല ലി ഫാത്തിമ ഖൂമി ഇലാ ഉളിയത്തിക ഫശദിഹ, ഉളിയത്തിൻ്റെ അടുത്ത് പോയി അവിടെ ഹാജരാകൂ. ഫഇന്നഹു ബി അവ്വലി ഖത്റത്തിൻ മിൻ ദമിയാ യുഗ്ഫറു ലക്കി മാ സലഫ മിൻ ദുനൂബിക. ആ ഉളിയത്തിൻ്റെ മൃഗത്തിൻ്റെ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ദോഷങ്ങളെല്ലാം വിട്ടുപൊറുക്കപ്പെടുമെന്ന ഹദീസ് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് കൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഫുഖാക്കൾ പറഞ്ഞത്, വഖറജ ബി സിയാദത്തി റജുലുൻ അൽ ഉൻസാ വൽ ഖുൻസാ ഫൽ അഫ്ളലു ലഹുമാ അത്തൗക്കീലു. അതേ സമയത്ത് സ്ത്രീകൾക്ക് സ്വന്തമായി അറുക്കലല്ല, അവർ പുരുഷന്മാരെ ഏൽപ്പിക്കലാണ്, പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കലാണ്. ഇനി ഉളുഹിയത്ത് മൃഗത്തിനിക്ക് പല ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല. അതായത് ഉളുഹിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് നഅമായിരിക്കണം. നഅം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം. ഒന്നിനിക്കലും ആടായിരിക്കണം, അല്ലെങ്കിൽ മാട് എന്ന് പറഞ്ഞാൽ പശു, കാള, പോത്തു, എരുമ, ഇതൊക്കെയും ആ മാട് എന്ന ഇനത്തിൽ പെടുന്നുണ്ട്, അതായിരിക്കണം. അതല്ല എങ്കിൽ പിന്നെ ഒട്ടകമായിരിക്കണം. നമ്മുടെ നാടുകളിൽ ഒട്ടകം കുറവായതുകൊണ്ട് ആ ഒട്ടകത്തിന് അറുക്കൽ കുറവാണ്. ഒന്നിനിക്കലും ആടറുക്കുന്നു, അല്ലെങ്കിൽ പശം, കാള പോലത്തെ ഇനങ്ങളെ അറുക്കുന്നു, അതായിരിക്കണം. അപ്പോൾ കോഴി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മൃഗങ്ങളെ അറുത്താൽ, ഈ 3 മൃഗമല്ലാത്ത മറ്റുള്ള മൃഗങ്ങളെ അറുത്താൽ അത് ഉളുഹിയത്തിൻ്റെ സ്ഥാനത്തിൽ പെടുന്നതല്ല, ഉളുഹിയത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. പിന്നെ രണ്ടാമത്തെ ഷർത്ത്, ഉളുഹിയത്തിൻ്റെ രണ്ടാമത്തെ ഷർത്ത് പ്രായമായതായിരിക്കണം. അഥവാ നമ്മുടെ നാടുകളിൽ 2 തരം ആടുകളുണ്ട്. ഒന്ന് കോലാടുകളുണ്ട്, പിന്നൊന്ന് നെയ്യാടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ മിക്കവാറും ഉള്ളത്, അഥവാ 90% വരെ എന്ന് പറഞ്ഞാലും തെറ്റില്ല, കോലാടാണ് ഉള്ളത്. ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളത് കൂടുതൽ നെയ്യാടുകളാണ്. അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും കോലാടാകുമ്പോൾ 2 വർഷം കംപ്ലീറ്റ് ആകണം, പൂർത്തിയായി 3ാമത്തെ വർഷത്തിലേക്ക് കടന്നതായിരിക്കണം. അതേ സമയത്ത് നെയ്യാടാകുമ്പോൾ അതിലേക്ക് 1 വർഷം പൂർത്തിയായാൽ മതി എന്നാണ് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പശു, കാള, അതിനിക്കാണെങ്കിൽ 2 വർഷം പൂർത്തിയായി 3ാമത്തെ വർഷത്തിലേക്ക് കടന്നതായിരിക്കണം. അത് ശരിക്കും മനസ്സിലാക്കണം. ഒട്ടകമാണെങ്കിലോ 5 വർഷമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം നമ്മുടെ നാടുകളിൽ കോലാടിൻ്റെയും കാള, പോത്തുപോലത്തതിൻ്റെയും സുബ്ഹാനല്ലാഹ് കൂടുതൽ ആളുകൾ വിലക്ക് കൊണ്ടുവരുന്നു, ഉളിയത്ത് അറുക്കുന്നു. അതെനിക്ക് എത്ര വയസ്സായി എന്ന് പരിശോധന നടത്തുന്നില്ല. ചില കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ
അവരുടെ കച്ചവട ലാഭത്തിന് വേണ്ടി കളവ് പറയുന്നവരായിരിക്കാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത്തരം വിശ്വാസക്കാരോട് അതുമായിട്ടുള്ള ശരിയായ മാഹിതി അങ്ങനെ വരുത്തി ഒരു ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം 2 വയസ്സായിട്ടുണ്ട് എന്നുള്ള ഏകദേശം ഒരു ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമേ അത് ഉളിയ്യത്തിൻ്റെ മൃഗമായി അറുക്കാൻ പറ്റൂ. ഇക്കാര്യം വളരെ മനസ്സിലാക്കണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഉളിയ്യത്തുനിന്ന് അറുത്തിട്ട് ഇങ്ങനെ ഇറച്ചു കൊടുത്താൽ അത് ഉളിയ്യത്തായിട്ട് പരിഗണിക്കൂല. വർഷം കംപ്ലീറ്റ് ആകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആടിനിക്ക് 2 വർഷം, നമ്മുടെ നാട്ടിലുള്ള കോലാടിനിക്ക് 2 വർഷം കംപ്ലീറ്റായി 3-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ തന്നെയാണ് ഫുഖാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാള പോത്തു പോലത്തതാണെങ്കിലും 2 വർഷം കംപ്ലീറ്റായി 3-ാമത്തെ വർഷത്തിലേക്ക് പൂർത്തിയാക്കണം. 1.5 വയസ്സായാലോ 1.25 വർഷമായാലോ പറ്റൂല. ഇക്കാര്യം വളരെ അധികം കൂടുതലായി ചിന്തിക്കണം. രണ്ടാമത്തെ പിന്നൊരു ഷർത്ത്, ഉളിയ്യത്തിൻ്റെ പിന്നൊരു ഷർത്ത് കുറവുകളെ തൊട്ട് രക്ഷപ്പെട്ടതായിരിക്കണം. ഇറച്ചിയേക്ക് വീഴ്ച വരുത്തുന്ന ന്യൂനതകൾ, കുറവുകൾ അത് ഉണ്ടാകാൻ പാടില്ല. അത് കാര്യം മനസ്സിലാക്കണം. ചെവിയില്ലാത്തത്, അതുപോലെ തന്നെ ചെവി മുറിച്ച് അതിൻ്റെ പകുതി ഭാഗം പോയത് പറ്റൂല. ചെവിയില്ലാത്തത് പറ്റൂല. ചെവി പകുതി ഭാഗം മുറിച്ച് കണ്ടായിട്ട് പോയിട്ടുണ്ട്, അത് പറ്റൂല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് ഈ പശു ഐറ്റം എനിക്ക് എന്താക്കുന്ന സീല് വെക്കലുണ്ട്. കാതിലേക്ക് സീൽ വെക്കുമ്പോൾ അതിലേക്ക് പ്രത്യേകമായ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സീല് അങ്ങനെ വെക്കുമ്പോൾ പല ആളുകളും ചോദിച്ച ഒരു ചോദ്യമാണ്, അത് വെച്ചാൽ അത് ഉളിയ്യത്തിലേക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരം എനിക്കില്ല. കാരണം അത് ആ പ്ലാസ്റ്റിക്കിൻ്റെ സീല് അങ്ങനെ അടിക്കുമ്പോൾ അതിൻ്റെ ചെവിയിൽ നിന്ന് ഒരു ഭാഗം മുറിഞ്ഞ് പോകുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ മുറിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ ആ മൃഗം ഉളിയ്യത്തിലേക്ക് പറ്റൂല. അല്ലാതെ കേവലം അത് ഓട്ടയാക്കൽ മാത്രമാണ്, കഷ്ണമായിട്ട് പോകുന്നില്ല എങ്കിൽ ആ മൃഗം ഉളിയ്യത്തിലേക്ക് പറ്റും. ഇത്രയേ എനിക്കതിനെപ്പറ്റി മസല പറയാൻ പറ്റൂ. അത്രേ. അതുപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ, കാണാൻ വെറുക്കുന്ന മെലിഞ്ഞിട്ടുള്ള ആ മൃഗവും പറ്റൂല. അതുപോലെ തന്നെ ചൊറിയുള്ള മൃഗം പറ്റൂല. അതുപോലെ തന്നെ വ്യക്തമായ രോഗമുള്ളത്, അതുപോലെ തന്നെ തിന്നാൻ പോകാൻ പറ്റാത്ത മുടന്തുള്ളത്, നടക്കാനൊന്നും കഴിയാത്ത മുടന്തുള്ളതും പറ്റൂല. ഈ കാര്യം വളരെയേറെ മനസ്സിലാക്കണം. കൊമ്പില്ലാത്തത് പറ്റും. കൊമ്പ് ഒന്നെനിക്കലോ ജന്മനായില്ല, അല്ലെങ്കിൽ കൊമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട്, കഷ്ടമായിട്ട് പോയിട്ടുണ്ട്, എന്നാലും അത് പറ്റും. കൊമ്പില്ലാത്തത് പറ്റും. അതുപോലെ തന്നെ കൊമ്പ് മുറിഞ്ഞു പോയതും പറ്റും, വിരോധമില്ല. കാരണം കൊമ്പിന് തിന്നുന്നില്ലല്ലോ, അത് മാംസമല്ല. അതുകൊണ്ട് കൊമ്പില്ലാത്തത് പറ്റും, കൊമ്പ് കഷ്ണമായി പോയതും പറ്റും. ഇക്കാര്യം വളരെയേറെ മനസ്സിലാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രത്യേകം അത് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. മറ്റൊരു ഷർത്ത്, ഉളുഹിയ്യത്തിൻ്റെ ഒരുപാട് ഷർത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെയും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മറ്റുള്ള ഷർത്ത് നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. അറുക്കുന്ന സമയത്ത് അറുക്കുന്ന ആൾ നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ വേറെ ഒരാളാണോ ഏൽപ്പിച്ചത് എങ്കിൽ ആ ഏൽപ്പിച്ച ആളെ അറുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളല്ല അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളല്ല നിയ്യത്ത് വെക്കേണ്ടത്. ഏൽപ്പിച്ച ആളില്ലേ, ഉളിയ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച ആൾ, അയാൾ ഈ വക്കീല് അറുക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. ഒന്നിനിക്കലോ ഇയാളെന്നെ അറുക്കുന്നത് ഇയാൾ നിയ്യത്ത് വെച്ച് എൻ്റെ സുന്നത്തായ ഉളിയ്യത്ത് അറുത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ നിർബന്ധമായ ഉളിയ്യത്ത് അറുത്ത് കൊടുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അറുത്ത് കൊടുക്കണം. നിയ്യത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിനിക്കലോ മൃഗങ്ങളെ വേറെ തന്നെ നിശ്ചയിക്കുന്ന നേരത്തെ എന്താക്കണം, നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ഉളിയ്യത്ത് കൊടുക്കുന്നവനാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഉളിയ്യത്ത് അറുത്ത് കൊടുക്കുന്ന ആ ഏൽപ്പിച്ച ആൾ നിയ്യത്ത് വെക്കേണ്ടതില്ല. ഇൻ വക്കല ബിദബിഹിൻ അതവിടെ പറയുന്നുണ്ട്. അറുക്കാൻ വേണ്ടി ഒരാളോട് ഏൽപ്പിച്ചെങ്കിൽ കഫത്ത് നിയ്യത്തുഹു, ഇവൻ്റെ നിയ്യത്ത് മതിയാകും. ഈ ഫലഹാജത്തലിയൽ നിയ്യത്തിൽ വക്കീലി, ഈ ഏൽപ്പിക്കപ്പെട്ടവന് നിയ്യത്ത് ആവശ്യമില്ല. ഉദാഹരണമായിട്ട് ഞാനൊരു മുക്രിക്കയെ അറുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, എന്നാൽ ഏൽപ്പിച്ച ഞാനാണ് നിയ്യത്ത് വെക്കേണ്ടത്, ഏൽപ്പിക്കപ്പെട്ട മുക്രിക്കല്ല. മുക്രിക്ക നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഏൽപ്പിച്ച ഞാനാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇക്കാര്യം വളരെയേറെ മനസ്സിലാക്കണം. പിന്നൊരു കാര്യം, ഉളുഹിയ്യത്തിൻ്റെ ഒരുപാട് മസലകളുണ്ട്. അതൊക്കെയും ഒരേ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അതൊക്കെയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. ഇനി ഉളുഹിയ്യത്തിൻ്റെ സമയം എപ്പോഴാണ്? ഉളുഹിയ്യത്തിൻ്റെ സമയം പെരുന്നാൾ ദിവസത്തിൻ്റെ, ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ സൂര്യൻ ഉദിച്ച് ചുരുങ്ങിയ സിമ്പിളായിട്ടുള്ള 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും, ചുരുങ്ങിയ നിലക്കുള്ള 2 റക്അത്ത് നിസ്കാരവും ചുരുങ്ങിയ നിലക്കുള്ള 2 റക്അത്ത് ഖുതുബയും
കഴിഞ്ഞതിൻ്റെ ഖുതുബ ഓതാനുള്ള സമയം കഴിഞ്ഞു കടന്നതിൻ്റെ ശേഷം അതിൻ്റെ സമയം ആരംഭിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും ചുരുങ്ങിയ നിരക്കുള്ള ആ സമയം കഴിഞ്ഞതിൻ്റെ ശേഷം ഉളിയത്തിൻ്റെ സമയം ആരംഭിക്കും. അത് ഏതുവരെ ഉണ്ടാകുന്നുണ്ട്? അയ്യാമുത്ത തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13, ആ 13 അയ്യാമുത്ത തശ്രീഖിൻ്റെ സൂര്യാസ്തമാനം വരെ അതിൻ്റെ സമയം നീണ്ടു നിൽക്കുന്നു. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഉളിയത്ത് അറുത്ത് കൊടുക്കാം. എന്നാൽ അവിടെ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ ദിവസത്തിൻ്റെ, പെരുന്നാൾ ദിവസത്തിൻ്റെ ആ സമയം കടക്കുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ അയ്യാമുത്ത തശ്രീഖ് കഴിഞ്ഞു കടന്നതിൻ്റെ ശേഷം അറുത്തു കൊടുത്താൽ അത് ഉളിയത്തായിട്ട് പരിഗണിക്കുകയില്ല. അതാണ് ഫലൗ ദബഹ ഖബ്ല ദാലിക ഔ ബഅദഹു, സമയത്തിൻ്റെ മുമ്പോ സമയത്തിൻ്റെ ശേഷമോ ഒരാൾ അറുത്തു കൊടുത്താൽ ലം ഉളുഹിയത്തിന് അത് ഉദിയത്തായിട്ട് അത് സംഭവിക്കുകയില്ല എന്ന് ഫുഖഹാക്കൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം വളരെയേറെ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ തോല് എന്ത് ചെയ്യണം? തോല് സ്വതക്ക കൊടുക്കലാണ് വേണ്ടത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപകാരമെടുക്കാം. ഈ കാര്യം വളരെയേറെ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മുജാഹിദുകളായ ആളുകൾ, സലഫികളായ ആളുകൾക്ക് ഈ ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സലഫികളായ ആളുകൾ, പുത്തനാശയക്കാരായ ആളുകൾ ഉളുഹിയത്തിൻ്റെ മാംസം തന്നാൽ നമുക്ക് വാങ്ങാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ, വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ വ്യക്തമായി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉളുഹിയത്തിൻ്റെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, എല്ലാ വിഷയത്തിലും നമ്മുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയം മുജാഹിദുകളുമായി, പുത്തനാശയക്കാരനുമായി വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അവരോട് സലാം പറയാൻ പാടില്ല, അവരെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവരുടെ സദ്യയിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ് മസ്അല. അവരുടെ മാംസം വാങ്ങാനും പാടില്ല, അവർക്ക് നാം കൊടുക്കാനും പാടില്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയം. ഇക്കാര്യം വളരെയേറെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കാനുള്ളത്, നിർബന്ധമായ നേർച്ചയാക്കൽ കൊണ്ട് നിർബന്ധമായിട്ടുള്ള പിന്നെ മൃഗത്തിൻ്റെ മാംസമാണെങ്കിൽ മുഴുവനുമായി സ്വതക്ക ചെയ്യണം. അതിൽ നിന്ന് ലവലേശം പോലും, കുറച്ചും പോലും വീട്ടുകാർ അല്ലെങ്കിൽ വീട്ടിൽ ചെലവെടുക്കൽ നിർബന്ധമായ ആളുകൾ അതിൽ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. മുഴുവനുമായിട്ട് ഫക്കീർ മിസ്കിനിക്ക് അതിനൊക്കെ സ്വതക്ക കൊടുക്കണം. അതേ സമയത്ത് സുന്നത്തായ ഉളുഹിയത്തിൻ്റെ മാംസമാണെങ്കിൽ കുറച്ച് ഭാഗം കറിക്ക് വേണ്ടി എടുത്തു വെച്ച് മറ്റുള്ള ഇതൊക്കെയും മുഴുവനുമായി സ്വതക്ക ചെയ്യലാണ് നല്ലത്. ഇനി അതിനേക്കാൾ കൂടുതൽ വീട്ടുകാർ എടുത്തെങ്കിലും അവിടെ യാതൊരു ബുദ്ധിമുട്ട് വരുന്നില്ല, മറ്റുള്ളത് സ്വതക്ക ചെയ്താൽ മതി. ഏറ്റവും നല്ലതാണ് കുറച്ചും എടുത്ത് കറിക്ക് വേണ്ടി എടുത്ത് മറ്റുള്ളത് മുഴുവനും സ്വതക്ക ചെയ്യാനാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. പക്ഷേ പിന്നൊരു കാര്യം അവിടെ ഒരു മസല മനസ്സിലാക്കാനുള്ളത്, ഉളുഹിയത്തിൻ്റെ മാംസം കാഫ്രീങ്ങളായ ആളുകൾ അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഉളുഹിയത്ത് എന്നുള്ളത് പ്രത്യേകമായ ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിൻ്റെ മാംസം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവാസിയിൽപ്പെട്ട മുസ്ലിമീങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും മാംസം കൊടുത്തു, അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു വിഷമം വരുന്നുണ്ട് എങ്കിൽ ഈ ഉളുഹിയത്തിൻ്റെ മാംസമല്ലാത്ത മറ്റ് മാംസം വാങ്ങി അവർക്ക് എന്താക്കാം, കൊടുക്കാം, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ.